നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. നവംബർ 1-ന് അതിദരിദ്രർ ഇല്ലാത്ത കേരളമായി സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇനിയുള്ള 7 മാസം അത് നിർണായകമാണ്. ഈ 7 മാസം കൊണ്ട് അട്ടപ്പാടിയിലും ആദിവാസി ഊരുകളിലുമൊക്കെ എന്തോ സംഭവിക്കുമെന്ന മൂഢസ്വർഗത്തിലാണ് പിണറായി സർക്കാർ. അട്ടപ്പാടിയിലൊന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കാറില്ലെന്ന് തോന്നുന്നു. വിശന്ന് തളർന്ന് ആഹാരം എടുത്തതിന്റെ പേരിൽ ക്രൂരമായ ഒരാളെ കൊലപ്പെടുത്തിയ നാടാണ് കേരളം. എന്നിട്ട് ഇപ്പോൾ ഇതിനൊക്കെ വല്ല മാറ്റവും ഉണ്ടോ? ഇപ്പോഴും മുഴുപട്ടിണിയിൽ കഴിയുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ കാണാൻ മുഖ്യന് കണ്ണില്ല. അവർക്ക് കേന്ദ്രം നൽകുന്ന അരി കൂടി മുക്കി ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ തലവനാണ് ഇക്കാര്യം പറഞ്ഞത്. തീർന്നില്ല, നമ്മുടെ നാടിന് നല്ലത് സംഭവിച്ചാൽ അത് അംഗീകരിക്കാൻ ചില കൂട്ടർക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോ, അസൂയപ്പെട്ടാലും മതി. അസൂയപ്പെടാൻ എന്തോന്നിരിക്കണോ എന്തോ. കടക്കെണിയിലായ ഒരു കേരളം, അല്ലല്ല, മുഖ്യൻ കടക്കെണിയിൽ ആക്കിയ ഒരു കേരളം, യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സർക്കാർ, ജോലി ചെയ്താലും വേതനം നൽകാത്ത സർക്കാർ, കഷ്ടപ്പെട്ട് PSC പഠിച്ച് ടെസ്റ്റ് പാസ്സായാലും ജോലി തരാത്ത ഒരു സർക്കാർ. അസൂയപ്പെടാൻ ഒരുപാടുണ്ട്. നാടിനിപ്പോൾ പുരോഗതി ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടെന്നാണ് മുഖ്യൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ നേടേണ്ട നേട്ടങ്ങൾ നേടിയില്ലെങ്കിൽ നാം പുറകോട്ട് പോകുമത്രേ. വികസനത്തെ തടയുന്ന ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട സഹായം നിഷേധിക്കുന്നു. അത് ശരി, അല്ലാതെ ആശമാർക്ക് കൊടുത്ത ഫണ്ട് നിങ്ങൾ മുക്കിയതല്ല അല്ലേ? ആരാണ് സഹായം കൊടുക്കാത്തത് എന്നൊക്കെ നന്നായി നമുക്കറിയാം സഖാവേ. കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ പദ്ധതി പോലും നിങ്ങളുടേതാണെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ? കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ കേന്ദ്രവിഹിതം കുറയുന്നു. എത്ര കിട്ടിയാലും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു മുഖ്യൻ. കടക്കെണിയിലായപ്പോൾ ഫണ്ട് അനുവദിച്ചതാരാ? കേന്ദ്രമല്ലേ? നിങ്ങൾ ബക്കറ്റ് വിരിവ് നടത്തിയാണോ ഫണ്ട് കിട്ടിയത്? ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. എന്നിട്ടും ക്രെഡിറ്റ് ഏറ്റെടുത്തിട്ട് കേന്ദ്രമൊന്നും തരുന്നില്ല. കടക്കെണിയിലായ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇനി കിട്ടേണ്ടത് ഫണ്ട്? നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.